ഈ ആഴ്ച വന്ന 2 ഇംഗ്ലീഷ് പടങ്ങൾ അത് എവിടെയാണെങ്കിലും ഞാൻ പോയി കാണും എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷെ കൊച്ചിയിലാണെങ്കിലും ടൈം നോക്കിയപ്പോൾ ഒന്ന് രാവിലെ ആണെങ്കിൽ ഒന്ന് രാത്രി, അങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ ഷോർട്ട് ടൈം. പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ വൈകിട്ട് 2 പടങ്ങളും അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. സോ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു 5 മണിക്ക് നേരെ കൊച്ചിക്ക് വിട്ടു. 7:30 ഈ പടം കണ്ടു. അത് കഴിഞ്ഞ് ഉടനെ 10 മണിക്ക് അടുത്തതും. കൊച്ചി ഫോറം മാളിൽ PVR സ്ക്രീൻ 6-ലാണ് ഞാൻ ഈ പടം കണ്ടത്. എന്നിട്ട് പാതിരയ്ക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ രാവിലെ 3 മണിയായി. സോ വതറിംഗ് ഹൈറ്റ്സ് എമറാൾഡ് ഫിനാൽ സംവിധാനം ചെയ്ത് മാർഗോട്ട് റോബിയും ജേക്കബ് എലോഡിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ഈ റൊമാൻറ്റിക് പീരിയോഡിക് ഡ്രാമ മൂവിയെ കുറിച്ചാണ് ഇന്ന്. 18-ാം നൂറ്റാണ്ടിൽ, അതായത് 1700-കളാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന കാതറിന്റെയും ഹീത്ത് ക്ലിഫിന്റെയും തീവ്ര പ്രണയത്തിന്റെ കഥയാണ് വതറിംഗ് ഹൈറ്റ്സ് എന്ന സിനിമ പറയുന്നത്. ഒരു പീരിയോഡിക് ക്ലാസിക് പ്രണയകഥയാണ് ഈ സിനിമ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളിൽ ഒന്നായിട്ടുള്ള എമിലി ബ്ലോണ്ട് എഴുതിയ വതറിംഗ് ഹൈറ്റ്സ് എന്ന 1847 അപ്പോൾ എഴുതിയ നോവലാണ്. അതിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. ഇത് ഒരുപാട് തവണ 1920 മുതൽ തന്നെ പല ഭാഷകളിലായിട്ട് സിനിമയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അക്ഷയ് കുമാറിന്റെ ധടുക്കൻ 2000 ഇറങ്ങിയ സിനിമയുണ്ടല്ലോ, അതുവരെ ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആക്കി ഒരുക്കിയതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതവര് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കഥയാക്കിയതായിട്ടേ തോന്നും. അന്യായ വിഷ്വൽ ബ്യൂട്ടി, അതാണ് ഈ പടത്തിന്റെ ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. കവിത പോലെയുള്ള ഫ്രെയിംസ് എന്നൊക്കെ നമുക്ക് കാവ്യാത്മകമായിട്ട് പറയാം. അത്രയ്ക്കും കിടിലനാണ് ഇതിന്റെ ഓരോ ദൃശ്യവും. ഓരോ ഷോട്ടും സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ ഓരോ പെയിന്റിംഗ് പോലെ ഇരിക്കും എന്ന് പറയാം. ഇത് ഐമാക്സിലൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കിടുവായിരിക്കും. ഞാൻ ഐമാക്സിലല്ല കണ്ടത്. 2 പടം ഒരുമിച്ച് കാണാനുള്ള ടൈം വെച്ചാണ് ഞാൻ പോയി കണ്ടത്. പടം സ്ലോ പേസ് ആണെങ്കിലും അങ്ങനെ ഒട്ടും മുഷിപ്പിക്കുന്നൊന്നുമില്ല. ഈ വിഷ്വൽ ബ്യൂട്ടി കൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. പിന്നെ റൊമാൻസ് രംഗങ്ങൾ അല്ലെങ്കിൽ സെക്സ് സീൻസ് ഒക്കെ ഇഷ്ടം പോലെ പടത്തിലുണ്ടെങ്കിലും അത് വളരെ എസ്തെറ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രണയവും രതിയും വല്ലാത്തൊരു ഭംഗിയിൽ ഒരു ഗോത്തിക് പശ്ചാത്തലത്തിൽ വരച്ചിട്ടിരിക്കുന്നു എന്ന് പറയാം. ഒപ്പം അഭിനയിച്ചവരുടെ എല്ലാം കിടിലൻ പെർഫോമൻസ്. ഇതൊക്കെയാണ് ഈ പടത്തിന്റെ പോസിറ്റീവുകളായിട്ട് പറയാനുള്ളത്. നായിക കാതറിനായിട്ട് വന്ന മാർഗോട്ട് റോബിയും നായകൻ ഹീത്ത് ക്ലിഫ് ആയിട്ട് വന്ന ജേക്കബ് എലോഡിയും മത്സരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. 2 പേരും അന്യായ പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് നായിക കാതറിനോട് ദേഷ്യവും ഹീത്ത് ക്ലിഫിനോട് സഹതാപവും തോന്നും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ അത് തിരിച്ച് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ പടത്തിലെ മാർഗോട്ട് റോബിയെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അവരുടെ സൗന്ദര്യം ഏറ്റവും നന്നായിട്ട് ഒപ്പിയെടുത്ത സിനിമകളൊന്നെന്ന് പറയാം. അതുപോലെ തന്നെ പുള്ളിക്കാരി പ്രൊഡ്യൂസ് ചെയ്ത സോൾട്ട് ബേൺ എന്ന പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ജേക്കബ് എലോഡിയെ കാണുന്നത് തന്നെ എന്നാണ് എന്റെ ഒരു ഓർമ്മ. ലാസ്റ്റ് ഫ്രാങ്കിൻസ്റ്റൈനിലായിരുന്നു കണ്ടത്. പുള്ളി കിടു നടനാണ്. ഹീത്ത് ക്ലിഫിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഡൽസന്റ് സീരീസിലൂടെ എമ്മി അവാർഡും ഗോൾഡൻ ഗ്ലോബും നേടിയ ഓവൻ കൂപ്പർ ആണ്. മിക്കവർക്കും അറിയായിരിക്കും. അതുപോലെ ഇസബെല്ല ആയിട്ട് വന്ന ആലിസൺ ഒലിവറും നെല്ലിയായിട്ട് വന്ന ഹോങ് ചൗ ഉൾപ്പെടെ എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ ഞാൻ പറഞ്ഞല്ലോ, അപാര ഭംഗിയുള്ള വിഷ്വലുകളാണ്. അതിനെ ഏറ്റവും പെർഫെക്റ്റ് ആക്കുന്നത് തന്നെ ഇവരിതിന്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ കളറിംഗ്, ഓരോ കളർ കോംബോയും കോസ്റ്റ്യൂംസ് ഇതെല്ലാം അത്രയ്ക്ക് മനോഹരമായതുകൊണ്ടാണ്. മ്യൂസിക്കും സൗണ്ട് ഡിസൈനും VFXും മികച്ചതാണ്. വിഷ്വൽ ബ്യൂട്ടിയും മനോഹരമായിട്ടുള്ള ഇറോട്ടിക് രംഗങ്ങളും ഒക്കെ കിടുവായപ്പോൾ കഥാപാത്രങ്ങളുടെ ഇമോഷൻസും അവരുടെ സൈക്കോളജിയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇവരുടെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്നതിന് വേണ്ടി ഒരു സീനുണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ, അല്ലെങ്കിൽ കാതൽ എന്ന് പറയാം. പക്ഷെ മുതിർന്നതിന് ശേഷം ഇവരുടെ പ്രണയത്തിന്റെ തീവ്രത ആ ഒരു കുട്ടിക്കാലം കാണിച്ചതുപോലെ അത്രയും ഫീൽ വന്നില്ല എന്ന് പറയാം. അത്രയ്ക്കും ഇമ്പാക്ട്ഫുൾ ആയില്ല, അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ കഥയുടെ പല വേർഷൻസ് നമ്മൾ തന്നെ ഇതിൽ നിന്നും കോപ്പി അടിച്ച പല പടങ്ങളിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് മൊത്തത്തിൽ ഇതിന്റെ ഒരു സ്റ്റോറി നോക്കുമ്പോൾ അങ്ങനെ വലിയ പുതുമയൊന്നും തോന്നില്ല. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു നല്ല ക്ലാസിക് റൊമാൻറ്റിക് ഇറോട്ടിക് ഡ്രാമയാണ് വതറിംഗ് ഹൈറ്റ്സ്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു പടമായിരുന്നു. ഞാൻ ഇതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി കൊണ്ട് കണ്ട് ആസ്വദിച്ച സിനിമയാണ്. ഇങ്ങനെ പതിഞ്ഞ താളത്തിൽ പോകുന്ന ദുരന്ത പരിവസായി ആയിട്ടുള്ള പ്രണയകഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പടം നന്നായിട്ട് വർക്കാവുന്നതാണ് ഞാൻ കരുതുന്നത്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ PVR ഉള്ള ഇടങ്ങളിൽ മാത്രമേ സിനിമ ഉള്ളെന്ന് തോന്നുന്നു. 2 മണിക്കൂർ 16 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. സ്ട്രിക്ട്ലി 18+ ആണ്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.